അസ്സലാമു ഇന്ന് ഞാനിവിടെ വന്നേക്കുന്നത് ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ പൊരിക്കാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ ബിരിയാണിയാണ്. എന്നാലും നല്ല ടേസ്റ്റുമാണ് ഇതിന്. ചിക്കൻ പൊരിച്ച് നമ്മൾ ബിരിയാണി വെക്കണം അതേപോലെ തന്നെയുള്ള ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു ബിരിയാണിയാണിത്. ബാച്ചിലേഴ്സിനെ തന്നെ തുടക്കക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബിരിയാണിയാണിത്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന്. ഞാനിവിടെ എടുത്തേക്കുന്നത് 2 കിലോ സവാളയാണ്. അതായത് 4 കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. 4 കിലോ ചിക്കൻ, 2 കിലോ അരി, പിന്നെ 2 കിലോ സവാള, പിന്നെ വെളുത്തുള്ളി, അത് ഒരു 2 വെളുത്തുള്ളി, പിന്നെ ഒരു 4 കഷ്ണം ഇഞ്ചി, വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 15 പച്ചമുളക്, പിന്നെ മല്ലിച്ചപ്പ്, പുതിന, പിന്നെ ഒരു 1/2 കപ്പ് തൈര്, ഒരു 3 തക്കാളി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് പൈനാപ്പിൾ ചെറുതായിട്ട് നുറുക്കിയത്. ഇത്രയാണ് ഇതിന് വേണ്ടത്. ഇനി ഇതെല്ലാം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം നമുക്ക് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതി, അതല്ലെങ്കിൽ ചതച്ചെടുത്താലും മതി. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കണ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണ തൈരും പൈനാപ്പിൾ അരിഞ്ഞതും, പിന്നെ ആവശ്യത്തിന് ഉപ്പും, 2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്, ഞാനിവിടെ എടുത്തേക്കണത് 6 kg ആണ്, അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കി മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവണ വരെ വാട്ടിയെടുക്കുക. ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രം കൊണ്ട് മൂടി വെച്ച് വേവിക്കാം. ഇനി ചിക്കൻ വേവണ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചോറ് തയ്യാറാക്കി എടുക്കുക. ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റവിൽ നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ തന്നെ പട്ട, ഗ്രാമ്പൂ, ഏലം, പിന്നെ കുറച്ച് പെരിഞ്ജീരകം, സാജീരകം എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു അരി ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടാണ് എടുക്കുന്നത്. മസാല ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ്, പുതിന അരിഞ്ഞത്, അതേപോലെ തന്നെ കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞത്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ കുറച്ച് സവാള വറുത്തത്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാള വറുത്തത് വേണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂടും. അപ്പം അതും കൂടെ ഇട്ട് കൊടുക്കുക. ചോറിപ്പ വെന്തിട്ടുണ്ട്. ഒരു 90% വെന്താൽ മതി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദമ്മിലിരുന്നിട്ട് ബാക്കിയുള്ള 10% വെന്തോളും. അപ്പം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾക്ക് ഈ ചോറ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പ്, പുതിന, പിന്നെ നമ്മളുടെ സവാള വറുത്തത് ഇട്ട് കൊടുക്കുക. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരു 15 to 20 മിനിറ്റ് വരെ നമ്മൾക്ക് ദം ചെയ്തെടുക്കുക. കൂടുതൽ സമയം ദം ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര നല്ലതാണ്. ഞാനിപ്പോൾ ഒരു 20 മിനിറ്റ് വെച്ചുള്ളൂ. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ ആ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. എനിക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയ പുതിയ വിഭവങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.